ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി സംബന്ധമായ ചെന്നൈയിലെ ജോലി കഴിഞ്ഞ് ഞാൻ തിരിച്ച് ചെന്നൈ റെയിൽവേ സ്റ്റേഷനെത്തി ഞാൻ വീട്ടിലോട്ട് കുറേ നേരം സംസാരിച്ചപ്പോൾ ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് കണ്ടപ്പം ഒത്തിരി തമിഴ് ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു. പക്ഷേങ്കിൽ ഞാൻ വളരെ ഇതോടെ വീട്ടിലോട്ട് എൻ്റെ കയ്യിൽ അന്നത്തെ കാലത്ത് 10-12 വർഷം പുറകിൽ 5000 രൂപ കയ്യിലുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസയായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, അതുപോലെ നീ പൈസ കൈ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ 2 ബോക്സ് ഉണ്ട്, 2 പെട്ടിയുണ്ട്. ഈ സംഗതികളെല്ലാമായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാൻ ഒരു ബെഞ്ചിൽ ഈ ബാഗൊക്കെ സൈഡിൽ വെച്ച് വളരെ സൂക്ഷ്മതയോടെ, കാരണം പൈസ കൈ വെക്കാതെ ഈ ബാഗിനകത്ത് വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബാഗ് തൂക്കിയ ടിപ്പ് ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ഇൻ ചെയ്ത് കണ്ടാലൊരു സുമുഖനായി തോന്നിക്കുന്ന, എനിക്ക് തോന്നുന്ന ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗെറ്റപ്പിലുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നു. എന്നോട് ചോദിച്ചു, മലയാളിയല്ലേ? ഞാൻ പറഞ്ഞു, അതെ മലയാളിയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്ന് ഫോൺ വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി എന്നൊക്കെ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് നേരം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ഹെൽപ്പാണ് ചേട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, മോനെ എൻ്റെ ടിക്കറ്റ് എനിക്കില്ല, എൻ്റെ പേഴ്സ് ആരോ അടിച്ചുകൊണ്ട് പോയി, അതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഇല്ല, എനിക്ക് ലോക്കൽ ടിക്കറ്റ് എടുക്കാൻ ഒരു 200 രൂപ മതി എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഈ മോൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ കയ്യിൽ, ഇപ്പം മലയാളിയാണ്, കോട്ടയംകാരനാണ്, കോട്ടയത്തിൻ്റെ സ്ഥലത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാണ്, ഇയാൾ പറഞ്ഞതൊക്കെ ശരി വെച്ച്, പാവം ഇത്രയും വലിയ നല്ല സുമുഖനായ വ്യക്തി ഇത്രയും പൈസ ഒക്കെ ഇങ്ങനെ തട്ടിച്ചുകൊണ്ട് പോകുന്നൊന്നും, അല്ലെ പൈസ ഇങ്ങനെ തട്ടിപ്പാണെന്നോ അങ്ങനെയൊന്നും നമുക്ക് തോന്നത്തില്ല. അതുപോലത്തെ ഒരു മനുഷ്യൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് കുറേ നേരം വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇദ്ദേഹം എന്നോട് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ചേട്ടാ ടിക്കറ്റ് എടുക്കണ്ടേ, ട്രെയിൻ വരാൻ സമയമാവുന്നു, അപ്പം മോനെ ടിക്കറ്റ് എടുക്കണം, ഒരു കാര്യം ചെയ്യും മോനെ, എനിക്ക് 200 രൂപ തരാൻ പറഞ്ഞു. അന്നപ്പോൾ എൻ്റെ 200 രൂപയുടെ ചില്ലറയില്ല. ഞാൻ പറഞ്ഞു, 200 രൂപ ഞാനങ്ങ് നോക്കിയിട്ട്, അപ്പം ടിക്കറ്റ് കൗണ്ടർ കുറച്ച് ദൂരെയാണ്, ഇച്ചിരി ദൂരെ കുറച്ചങ്ങോട്ട് പോയാൽ മതി. അപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ടിക്കറ്റ് എടുക്കാൻ പോവാ, ഞാനിപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് കണ്ടാൽ ദൂരമുള്ള ഇതാണ്, കുറച്ചങ്ങോട്ട് പോയാൽ മതി ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലോട്ട്. അപ്പം ഞാനിവിടെ വരാമെന്ന് പറഞ്ഞു കൂടെ. അപ്പം ഞാൻ പറഞ്ഞു, ബാഗൊക്കെ ഞാനങ്ങനെ. അപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, പുള്ളി ഒരു ബാഗ് പിടിച്ചു, ഞാനൊരു ബാഗ് പിടിച്ചു. കാരണം മലയാളിയാണ്, നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പം മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം പരിചയപ്പെടും. നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും, നമ്മളിപ്പം ദൂരെ ഗൾഫ് അല്ലെങ്കിൽ അമേരിക്ക മറ്റു വലിയ വിദേശ രാജ്യത്തൊക്കെ ചെന്നാലും നമ്മൾ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സൗഹൃദമായിരിക്കും. മലയാളി സംസാരിക്കും, ഒന്ന് ചിരിച്ചെങ്കിലും കാണിച്ചും, നാട് എവിടെയാണെന്ന് ചോദിക്കും, പേരും ചോദിക്കും, ഇത്രയും കാര്യം. അപ്പോൾ ഇത് വെച്ച് ഞാനും ആ മലയാളി എന്നുള്ള ആ സങ്കല്പത്തിൽ പുള്ളിക്കാരനുമായിട്ട് എൻ്റെ ഒരു ബാഗും, ഇതിനു മുമ്പ് ഞാൻ ബാഗ് ഇവിടെ കൊണ്ടുവന്നത് ഒരു പോർട്ടർ വഴി പുള്ളിക്കാരൻ കൊണ്ടു തന്നായിരുന്നു. കാരണം എനിക്ക് അത്രയും ബാഗ് പൊക്കാനുള്ള അന്നത്തെ ഭയങ്കര സാധനങ്ങൾ, ഒരുപാട് തുണിയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് ചെയ്തില്ല. അങ്ങനെ ഞാൻ ഒരു ബാഗ് മറ്റേ ബാഗുമായിട്ട് പുള്ളിക്കാരൻ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലോട്ട് ചെന്നു. കൗണ്ടറിൽ ചെന്ന് കുറേ നേരം ക്യൂയിൽ നിൽക്കുന്ന കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കാണാനില്ല. ഞാൻ നോക്കുമ്പോൾ ബാഗും പിടിച്ചുകൊണ്ട് സൈഡിലോട്ട് മാറുന്നു. അപ്പം ഞാനപ്പോൾ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ബാഗ് വാങ്ങിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എവിടോട്ട് പോവാ, ടിക്കറ്റ് എടുക്കുന്നില്ലേ? ആ മോനെ ഞാൻ ടിക്കറ്റ് എടുക്കുന്നുണ്ട്, എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ബാഗ് എൻ്റെ കയ്യിൽ തന്നിട്ട് പുള്ളിക്കാരൻ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പുള്ളി ഈ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് എനിക്ക് 100% മനസ്സിലായി. ഞാനെന്തപ്പം പറഞ്ഞത്, ഞാൻ അവിടോട്ടും ഇരിക്കാമെന്ന് പറഞ്ഞൊരു സ്ഥലം കൊണ്ട് അവിടെ പോയിരുന്നു. പുള്ളിക്കാരൻ അവിടെ കുറേ നേരം നിന്ന്. എനിക്കറിയാം 10-20 അടുത്ത് ക്യൂവിൽ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ട്രെയിൻ വരാൻ സമയമാകുന്നില്ല, 2-3 മണിക്കൂർ കഴിഞ്ഞാണ് ട്രെയിൻ വരുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം.
എനിക്ക് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞ് ടിക്കറ്റ് എടുത്തിട്ടില്ല, കാരണം അത്ര സമയമാകുന്നില്ല. പുള്ളിക്കാരൻ കുറച്ച് അവിടെ നിന്നു. കുറച്ച് നേരം അവിടെ ആ പരിസരത്ത് നിന്നിട്ട് ഞാൻ നോക്കും പുള്ളിക്കാരൻ തിരിച്ച് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പുള്ളിക്കാരൻ എൻ്റെ കയ്യിൽ 500 രൂപ ഞാൻ കൊടുത്തേ, അപ്പം ബാലൻസ് 200 രൂപ എൻ്റെ കയ്യിലുണ്ട്, തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് പുള്ളി പറഞ്ഞ് ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് പോയി വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. വേറൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ കുറച്ച് ഇവിടുന്ന് ഒരു 2-3 ബെഞ്ച് അപ്പുറത്ത്, അതായത് റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചുകൾ അറിയാം, അപ്പുറത്തൊരു മലയാളിയാന്ന് തോന്നിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം പുള്ളി എൻ്റെ അടുത്ത് വന്നിരുന്നു, വർത്തമാനം പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ്റെ കയ്യിൽ എൻ്റെ 500 രൂപയുണ്ട്. അപ്പം ഞാൻ പുള്ളിയോട് സംസാരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പുള്ളി അവിടെ പോയിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അതൊരു മലയാളി ആളോടാണ് സംസാരിക്കുന്നത്. അപ്പം ആ മലയാളി എന്നോട് പറയുകയാണ്, അപ്പം പുള്ളി കണ്ടെത്തിയ ഒരു മലയാളിയാണ്. പുള്ളിക്കാരനും എന്നോട് പറഞ്ഞു ഇതുപോലെ ഈ സഹോദരൻ അല്ലെങ്കിൽ ഈ ആടെ പേഴ്സ് അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പം സത്യത്തിൽ അവിടെ നടന്ന സംഭവം ചോദിച്ചാൽ അയാളോട് ഇയാൾ പൈസ ചോദിച്ചു, എനിക്ക് വണ്ടിക്കൂലി ഇല്ല, ഒരു 200 രൂപ തരണമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് മോനെ ഈ 200 രൂപ കിട്ടിയുള്ളൂ, ബാക്കി തരാം, ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി 100 രൂപ എടുത്തെന്ന് പറഞ്ഞ് ആ 200 രൂപ എനിക്ക് തന്നു. അപ്പം കുറച്ച് കഴിഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ ഇച്ചിരി വെള്ളം ഒന്ന് കുടിച്ചിട്ട് വരട്ടെ, എനിക്കങ്ങ് ദാഹം കൊണ്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് പോയി വെള്ളം കുടിക്കാം. എന്നാൽ ശരി ചേട്ടാ എന്ന് പറഞ്ഞ് ബാഗും എൻ്റെ കയ്യിലുണ്ട്. പുള്ളിക്കാരൻ കുറച്ച് കഴിഞ്ഞപ്പം ഈ ബാഗ് വന്ന് അപ്പം കുറച്ച് നേരം ഞാൻ അവിടെ വീട്ടിലോട്ടൊക്കെ വിളിച്ചും ഓരോ കാഴ്ചകളും കണ്ടുമൊക്കെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ട്രെയിൻ വന്നു. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പം ട്രെയിൻ വന്നു. ട്രെയിൻ കയറിയപ്പോൾ മറ്റേ ഒരു മലയാളിയെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ അയാളും കൂടെ ഞങ്ങൾ ഒന്നിച്ച് ഒരു കമ്പാർട്ട്മെൻ്റ് അടുത്തോട്ട് വന്ന് കയറി. ഞങ്ങൾ വർത്തമാനം പറഞ്ഞു ആ മറ്റേ പുള്ളിയെ കണ്ടില്ലല്ലോ ടിക്കറ്റ് എടുത്താൽ. അപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു എൻ്റെ നിന്നും 600 രൂപ എടുത്ത് വാങ്ങിച്ചു, പുള്ളിക്കാരൻ്റെ അച്ഛൻ അസുഖമായിട്ട് കിടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ 200 രൂപ ഈ ടിക്കറ്റ് എടുക്കാൻ പൈസ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ എങ്ങനെ തിരിച്ചു തരുമെന്ന്, ചേട്ടൻ തിരിച്ചു തരുന്ന ചേട്ടൻ എൻ്റെ ഫോണിലോട്ട് എൻ്റെ നമ്പറിലോട്ട് ചാർജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പർ എടുത്ത് ചാർജ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്പർ പറഞ്ഞപ്പോൾ ലാസ്റ്റിലത്തെ അക്കം തെറ്റിച്ചാണ് പറഞ്ഞു. ഞാൻ ആ സമയത്ത് കോൾ ചെയ്തു, ചെന്നൈ നമ്പറാണ്. കോൾ ചെയ്തപ്പം തെറ്റിയ നമ്പറാണെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അയ്യോ അതല്ല ഇതാണെന്ന് പറഞ്ഞു. പുള്ളി തിരുത്തി നമ്പറൊക്കെ വിളിച്ചു. അപ്പം ഞാൻ ഇപ്പം ട്രെയിനെ വെച്ചതപ്പം ഈ മറ്റേ ആളുമായിട്ട് ഞാൻ കുറേ നേരം വർത്തമാനം പറഞ്ഞു ആ പുള്ളിക്കാരൻ എൻ്റെ കയ്യിൽ നിന്ന് ഈ 600 രൂപ എടുത്ത് വാങ്ങിച്ചു ഇതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പുള്ളി കൊള്ളാമല്ലോ എന്ന് ഓർത്ത്. പുള്ളി ട്രെയിനിൽ കയറിയോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പുള്ളി കയറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനതിപ്പോൾ മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത പൈസയ്ക്ക് ടിക്കറ്റ് എടുത്തില്ല, മറ്റേ കൊടുത്ത അതിൽ നിന്ന് 200 രൂപ എങ്ങാണ്ട് എനിക്ക് തന്നു. ഇങ്ങനെ ഒരു തട്ടിപ്പുകാരനാണെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ നാട്ടിൽ വന്ന് ട്രെയിൻ കയറുന്ന സമയത്ത് മറ്റേ അവൻ ചെന്നൈയിൽ താമസിക്കുന്നു, അവൻ്റെ നമ്പറിൽ നിന്ന് പുള്ളിയെ വിളിച്ചിട്ടൊന്നും പുള്ളി എടുക്കുന്നൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു. കുറച്ച് നാൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ നാട്ടിൽ വന്നല്ലോ, അപ്പം ചേട്ടൻ ചാർജ് ചെയ്ത് കാരണം എനിക്ക് 200 അല്ല അന്ന് 300 രൂപ അടുത്തില്ലേ, അപ്പം ചേട്ടൻ ചാർജ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അന്നെന്ന് പറഞ്ഞാൽ 300 രൂപ നല്ലൊരു എമൗണ്ടാവും, ഇന്നത്തെ 1500 രൂപയുടെ അടുത്ത് വില വരുന്നു. അപ്പം ഈ പുള്ളിക്കാരൻ പറഞ്ഞു മോനെ എൻ്റെ അപ്പൻ ആശുപത്രിയിലാണ്, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി സമയം തരണം, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ നാട്ടിൽ വന്നതേ ഉള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെയും 2-3 ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോഴും പുള്ളി ഇതേപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിലാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പുള്ളി എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇപ്പം വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നല്ല, കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ പുള്ളി എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്തിനാണ് ഇപ്പോൾ എപ്പോഴും വിളിക്കുന്നത്, എന്തിനാണ് പിന്നെ 300 രൂപയുടെ കാര്യമുള്ളല്ലോ, 500 രൂപയുടെ കാര്യമുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പം പിന്നെയും ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരനെ പിന്നെ വിളിച്ച് പുള്ളി അവസാനം ഫോൺ എടുക്കാതായി, ആ പൈസ പോയി. ഇപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇതുപോലെ പുള്ളി ഒത്തിരി അടുത്ത് ഞാനെന്നപ്പം പിന്നീട് ഇത് റിമൈൻഡ് ചെയ്തല്ല മനസ്സിലോട്ട് വേറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു തട്ടിപ്പുകാരനായിരുന്നു. കാരണം ആ പ്രദേശത്ത് പുള്ളിക്കാരൻ ഈ ബാഗുമായിട്ട്
ഒത്തിരി മലയാളിയുടെ അടുത്ത് പോയി നിന്ന് വർത്തമാനം പറയുന്നതൊക്കെ എന്തോ ചോദിക്കുന്നതൊക്കെ കണ്ടു. നമ്മൾ ചോദിക്കുന്ന ട്രെയിനിൻ്റെ സമയമായിരിക്കും മറ്റേത് അല്ലേ, നമ്മളത്രയും ശ്രദ്ധിച്ചില്ല. കാരണം ഇത്ര ഒരു തട്ടിപ്പ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരുപാട് മലയാളികൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നതാണ്. ഈ മലയാളികളോട് ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞ് 200 രൂപ 300 രൂപ വാങ്ങിച്ചാൽ ഒരു ദിവസം കൊണ്ട് ഒരു നല്ലൊരു എമൗണ്ട് കൈക്കലാക്കാം. അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവനൊരു കേമൻ തന്നെയാണ്. പക്ഷേ പിന്നീട് ആ ചെന്നൈ എയർപോർട്ടിലൊക്കെ ഞാൻ പിന്നീട് പോയിട്ടൊന്നും കണ്ടിട്ടില്ല ആളെ. പക്ഷേങ്കിൽ എനിക്കറിയാം, ടിപ്പ് ടോപ്പിൽ ഒരു വളരെ നല്ല രീതിയിൽ ഡ്രസ്സിങ് ചെയ്തു ഒരു ബാഗ് ഇട്ട് ഒരു വ്യക്തി, ആ വ്യക്തി തട്ടിപ്പാണെങ്കിൽ നമ്മൾ വിശ്വസിക്കത്തില്ല. പക്ഷേങ്കിൽ ഒരു പിച്ചക്കാരൻ അല്ലെങ്കിൽ ഒരു തട്ടിപ്പിൻ്റെ രൂപത്തിൽ ഒരുത്തൻ വന്നാൽ നമ്മളവനെ തട്ടിപ്പാന്ന് മനസ്സിലാവും. അപ്പം ഹൈടെക് തട്ടിപ്പെന്ന് വേണം ഇതിനെ പറയാം. അങ്ങനെ പിന്നെ ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാനിങ്ങനെ അപ്പം ഞാൻ ആ സന്ദർഭമൊക്കെ ഓർത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഫോൺ വിളിക്കുന്നത് തൊട്ട് ഒരു പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ആ ടിക്കറ്റ് കൗണ്ടറിൽ വെച്ച് ബാഗ് പോലും അയാൾ എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തി. പക്ഷേ ടിക്കറ്റ് ഞാനെപ്പോഴോ കണ്ടപ്പം അവിടെ വെച്ചൊരു വലിയ സീൻ ഉണ്ടാകേണ്ടതെന്ന് ഓർത്തായിരിക്കാം ബാഗൊക്കെ തിരിച്ചു തന്നതെന്ന് എനിക്ക് തോന്നുന്നു. തുടർന്ന് എനിക്ക് മനസ്സിലായി, ആ പുള്ളിക്കാരൻ ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനത്തെ പരിപാടിയായിരുന്നു എന്ന് എനിക്ക് അവിടെ ആ ഇതെന്ന് മനസ്സിലായി. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വേറൊരു മലയാളിയോടും ഇയാൾ ഇതേപോലെ എമൗണ്ട് ഇതേ റീസൺ പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കും കൊടുക്കും തരാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയാളി ഇപ്പോൾ 200 500 എന്നൊക്കെ പറഞ്ഞാൽ കുറേ വിളിച്ച് കഴിയുമ്പം ചോദിച്ച് കഴിയുമ്പം കിട്ടാതാകുമ്പം അത് മറക്കും. അങ്ങനെ ഒരു തട്ടിപ്പിൻ്റെ ഇരയാകേണ്ട വന്നു. ഈ ഒരു 10-15 വർഷം പുറകിലാണ്. ഇപ്പം അങ്ങനത്തെ തട്ടിപ്പൊന്നുമില്ല. തട്ടിപ്പെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാരണം അന്നത്തെ കാലത്ത് ഒരു മലയാളിയെ ഇപ്പം ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുൾ മലയാളിയായിരിക്കും. അന്നത്തെ കാലത്ത് വിരലെണ്ണാവുന്ന 5-6 മലയാളികളായിരിക്കും ചിലപ്പം ഒരു ട്രെയിനിലേക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു തട്ടിപ്പിന് ഒരുപാട്. പക്ഷേ അന്നത്തെ കാലത്ത് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഫോണ് നമ്മുടെ ഈ 4G അങ്ങനത്തെ ഫോണുകളല്ല, സാധാ ഫോണുകളാണ്. ഇപ്പോൾ സാധാ ഫോണുകൾ വെച്ച് നമുക്ക് അയാളുടെ രൂപം പോലും കണ്ടെത്താൻ പറ്റത്തില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു ഫോൺ നമ്പർ കിട്ടിയാൽ വാട്സപ്പ് മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് അവരെ ട്രേസ് ചെയ്ത് അവരെവിടെ താമസിക്കുന്നു മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ പണ്ട് അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലുള്ള തട്ടിപ്പുകാർ പല മേഖലകളിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു ഉദാഹരണമാണ് നമ്മുടെ വഴി സൈഡിലൊക്കെ നമ്മളിപ്പം അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായി. ഞാൻ കോട്ടയത്ത് നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, മോനെ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല, എനിക്കൊരു 100 രൂപ തരാമോ? അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ വണ്ടിക്കൂലി, പേഴ്സ് അടിച്ചുകൊണ്ട് പോയെന്നായി പറയുന്നത്. അപ്പം വണ്ടിക്കൂലി കൊടുത്തു. ഞാൻ അന്ന് അത് മുമ്പാണ്. ഇത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇതുപോലുള്ള തട്ടിപ്പുകൾ ഞാൻ ഒരിക്കലും ചെന്ന് പെടാറായി. കാരണം വണ്ടിക്കൂലി ഇല്ലെന്ന് ജെനുവിനായിട്ട് ഒരാൾ വന്ന് പറഞ്ഞാൽ പോലും ഞാൻ കൊടുക്കാതെ എനിക്ക് അങ്ങനത്തെ ഒരു വലിയൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നീട് ഈ പുള്ളിക്കാരൻ വേറെ പലരോടും ചോദിച്ചിങ്ങനെ നടക്കുന്ന കണ്ടു. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. കാരണം നമുക്കൊരു തട്ടിപ്പ് നമുക്കൊരു സംഭവം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതുപോലുള്ള ഒരു ലോകത്ത് ചാടാൻ നിൽക്കത്തില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അരയ്ക്കുമെന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ എൻ്റെ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ 500 എന്ന് പറഞ്ഞാൽ എൻ്റെ 5000 രൂപയിൽ നിന്നാണ് 500 രൂപ ഇങ്ങനെ പോയത്. അപ്പോൾ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്. കാരണം അതിലും വലിയ വിഷമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇത്രയും പൈസ ഞാൻ ആ സന്ദർഭത്തിൽ കൊടുത്തിട്ടും പിന്നീട് ഞാൻ വിളിച്ചപ്പം എന്നെ ഇങ്ങോട്ട് ശകാരിക്കുകയാണ് ചെയ്തത്.